സോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പീഡിയാട്രിക്സിൻ്റെ മറ്റൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ചാപ്റ്റർ നമ്പർ 1 ആണ്, വിച്ച് ഇസ് ഇൻട്രഡക്ഷൻ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് കെയർ എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വീഡിയോ വിത്തൗട്ട് എനി ഡിലേ. സോ ഇതിനകത്ത് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ് ഹെൽത്ത് ആണ്. ഇതിനകത്ത് കുറച്ച് ഹിസ്റ്ററി ഉണ്ട്, പിന്നെ നമ്മുടെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് പീഡിയാട്രിക്സ് എന്ന് പഠിക്കണം. പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. കോഴ്സ് നമ്മൾ എല്ലാത്തിനകത്തും പറയില്ലേ ബ്രാഞ്ച് ഓഫ് സയൻസ്, അതുപോലെ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് ഫ്രം ദ ടൈം ഓഫ് കൺസെപ്ഷൻ ടു ദ ചൈൽഡ് ബർത്ത്, വിച്ച് ഇൻക്ലൂഡ് എന്തൊക്കെയാണ് ആ ഒരു കുഞ്ഞിൻ്റെ അസുഖം വരുന്നതിൽ നിന്നുള്ള പ്രിവെൻഷനും പ്രമോഷനും മെയിൻ്റനൻസും പിന്നെ റീഹാബിലിറ്റേഷനും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് അബൌട്ട് പീഡിയാട്രിക്സ്. ഇനി പീഡിയാട്രിക് നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചാണ്. അത് അസുഖം ഉള്ള കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ സുഖമായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ കുട്ടികളുടെ പരിചരണത്തിന് വേണ്ടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള വിങ്ങാണ് പീഡിയാട്രിക് നഴ്സിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്, വിച്ച് അലൗ പ്രിവെൻഷൻ പ്രമോഷൻ ക്യൂറേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ചിൽഡ്രൻസ്. ഇത് നമുക്ക് എല്ലാത്തിനകത്തും പറയാം, പ്രിവെൻഷൻ പ്രമോഷൻ ക്യൂറേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. അതിന് ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത്, ചിൽഡ്രൻ ആണെങ്കിൽ ചിൽഡ്രൻ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. ആദ്യത്തെ ടേമാണ് സുശ്രുത സംഹിത. ഇതാണ് ഫസ്റ്റ് എഡിഷൻ ഓഫ് ദ ക്വാളിറ്റി ഓഫ് ബ്രസ്റ്റ് മിൽക്ക് ആൻഡ് ചൈൽഡ് ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞത്, സുശ്രുത സംഹിത, വിച്ച് ഇസ് റിട്ടൺ ബൈ സുശ്രുത. നമുക്കറിയാം സുശ്രുതയുണ്ട് സംഹിതയുണ്ട്, സുശ്രുത ആൻഡ് സംഹിത. ഓക്കെ, ഈ സുശ്രുത എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ ഇന്ത്യൻ ഹിപ്പോക്രൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഹിപ്പോക്രൈറ്റ്സ് ആണ് ഫാദർ ഓഫ് മെഡിസിൻ. സോ ഇന്ത്യൻ ഹിപ്പോക്രൈറ്റ്സ് ആണ് സുശ്രുത. ഇനി ചരക എന്ന് പറയുന്ന ഒരു കോർട്ട് ഫിസീഷ്യനാണ്. അദ്ദേഹം എങ്ങനെയാണ് ന്യൂ ബോൺ പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് അതിൻ്റെ കെയർ മാനേജ്മെൻറ്റിനെ കുറിച്ചെല്ലാം പറഞ്ഞത്. ദെൻ ഓക്കെ, സുശ്രുത സംഹിത, പിന്നെ കശ്യപൻ ജവക, അതൊക്കെ അവരെല്ലാവരും ആയുർവേദിസ്റ്റ് ആയിരുന്നു. പിന്നെ ഡോക്ടർ എബ്രഹാം ജേക്കബ് ആദ്യമായിട്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത് 1860 മീൻസ് കുഞ്ഞുങ്ങളുടെ കെയറിനെ കുറിച്ച്, കുഞ്ഞുങ്ങൾക്ക് കെയർ കൊടുക്കാനൊക്കെ ആയിട്ട്. Then Lady Chelmsford was All India League for Maternal and Child Welfare came in 1920. ഇനി ഫിലോസഫി ഓഫ് ചൈൽഡ് കെയർ, ഫാമിലി സെൻറ്റേർഡ് ആയിട്ടുള്ള കെയർ. ദാറ്റ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് കുടുംബം വേണം, അതായത് ഫാമിലി വേണം. ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ടുള്ള അച്ഛനമ്മമാരുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഒരു എന്താണ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിൽ ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. And this honor the racial, ethnic, religious or cultural. Then നമ്മൾ ആൻഡ് റെക്കഗ്നൈസസ് ഫാമിലി സ്ട്രെങ്ത് ആൻഡ് ഡിഫറെൻറ്റ് വേസ് ഓഫ് കോപ്പിങ്. എങ്ങനെയൊക്കെയാണ് നമുക്കതിൻ്റെ കോപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ച്. മീൻസ് ഇപ്പം നമ്മുടെ ലൈഫിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇപ്പം നമുക്ക് നമ്മുടെ ഫാമിലിയുടെ നല്ലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ഒന്ന് കാര്യം വിളിച്ച് അന്വേഷിച്ച് ചോദിക്കാനൊക്കെ പറ്റും. അവരുടെ നമുക്കൊരു ഭയങ്കര ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് തരാറുണ്ട്. ആൻഡ് വി ഷെയർ ദ അൺബയാസ്ഡ് ഇൻഫോർമേഷൻ വിത്ത് പാരൻസ് ഓൺ എ കണ്ടിന്യൂവൽ ബേസിസ് ഫോർ ദ പേർപ്പസ് ഓഫ് ദ സപ്പോർട്ട്. അവരുടെ ഗൈഡൻസിന് വേണ്ടിയും അവരിൽ നിന്നുള്ള സപ്പോർട്ടിന് വേണ്ടിയും നമ്മൾ ഫാമിലി മെമ്പേഴ്സിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാറില്ലേ, അതാ പറയുന്നത്. അപ്പോൾ ഫിലോസഫി ഓഫ് ചൈൽഡ് കെയറിനകത്ത് പറയുന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീട് വേണം, അവൻ്റെ ഒരു കുടുംബം വേണം, ഫാമിലി അവിടെ വേണം. ഫാമിലിയോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാനും അവരിൽ നിന്നുള്ളൊരു സപ്പോർട്ടും ഒക്കെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഓക്കെ, ദെൻ അണ്ടർസ്റ്റാൻഡ് ദ ഡെവലപ്മെൻറ്റ് നീഡ് ഓഫ് ചിൽഡ്രൻസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൽ നീഡ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഫാമിലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്നുണ്ട്. ആൻഡ് പ്രൊവൈഡ് എ കണ്ടിന്യൂസ് സർവീസ് ടു ദ ഫാമിലി until such time that the family or child is no longer eligible. അപ്പോൾ കുഞ്ഞിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും ഒരു പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവീസസ്
നമ്മൾ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഹൈ ക്വാളിറ്റി പ്രൊഫഷണൽ സർവീസസ് ഇൻ ദ ഫോം ഓഫ് അസസ്മെൻറ്റ്, ഉയർന്ന നിലവാരത്തിലുള്ള സേവനങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കണം. അല്ല തോന്നിയതുപോലെ അവിടെ ഇവിടെയും തൊടാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകാൻ അല്ല, കൃത്യമായിട്ടുള്ള സേവനങ്ങൾ അവർക്ക് കൊടുക്കണം. ആൻഡ് പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് ഇൻ്ററാക്റ്റൻസി സർവീസ് ദാറ്റ് ഇൻക്ലൂഡ് ഇമോഷണൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. വികാരപരവും സാമ്പത്തികവുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇമോഷണൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്കൊരു കുഞ്ഞിന് അവന് വളരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫുഡ് വേണം, പഠിക്കാനായിട്ട് എഡ്യൂക്കേഷന് വേണ്ടി നല്ല സ്കൂളിൽ കൊണ്ടു ചേർക്കണം, ഇതിനെല്ലാം പൈസ വേണം. പൈസ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് മാതാപിതാക്കളാണ്. ഈവൻ ഒരു കുഞ്ഞിൻ്റെ റൈറ്റാണ് ഈ മാതാപിതാക്കൾ കുഞ്ഞിനെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കോർട്ടിൽ പോവാം, കുഞ്ഞ് ചെയ്യണം. റെസ്പെക്ട് ഫാമിലീസ് റൈറ്റ് ടു റെഫ്യൂസ് എ ട്രീറ്റ്മെൻറ്റ്. ഇപ്പം ഒരു പേഷ്യൻറ്റിന് വേണ്ട ആ ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല, അത് പറയുന്നുണ്ട്. ദ ടു കോൺസെപ്റ്റ് ആൻഡ് ഫാമിലി സെൻറ്റേർഡ് കെയർ ആർ എനേബിളിങ് ആൻഡ് എംപവറിങ്. അവരെ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിച്ച് കൊടുക്കുകയും ചെയ്യണം, അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കണം. സോ ഒരു എന്താ പറയുക, ഇത് പറഞ്ഞ് തീർത്തിട്ട് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ദ പ്രൊഫഷണൽ എനേബിൾസ് ഫാമിലീസ് ബൈ ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആൻഡ് മീൻ ഫോർ ഓൾ ഫാമിലി മെമ്പേഴ്സ് ടു ഡിസ്പ്ലേ ദിയർ കറണ്ട് എബിലിറ്റീസ്. അപ്പോൾ ആ ഒരു കുടുംബത്തിൽ ഓരോ ഇൻഡിവിജ്വൽസിനും കാണിക്കാൻ പറ്റുന്ന കറണ്ട് ആയിട്ടുള്ള എബിലിറ്റീസ് എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ empowerment is the interaction of personals and families in such a way that the family maintain control over the family. അപ്പം ഇവിടെ ബേസിക്കായിട്ട് ഇപ്പം നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, ഫിലോസഫി ഓഫ് ചൈൽഡ് കെയർ. നമ്മുടെ ആദ്യത്തെ സിലബസിലെ ടോപ്പിക്ക് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ് ഹെയർ ആണ്. അവിടെയാണ് നമ്മൾ സുശ്രുത, സംഹിത, ചരക, ഡോക്ടർ എബ്രഹാം ജേക്കബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. ദെൻ മൂവിങ് ടു ദ ഫിലോസഫി പറയുമ്പോൾ വി ഹാവ് ടു സേ ദാറ്റ് ഒരു കുഞ്ഞിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയണം. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫാമിലി വേണം. അവൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാമിലി വേണം. പിന്നെ അവൻ്റെ ഒരു സ്വഭാവ രൂപീകരണത്തിന് ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ദെൻ അവൻ്റെ റിച്വൽസ്, ബിലീഫ്സ്, മോറൽ വാല്യൂസ് എല്ലാം പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നിട്ടാണ്. ആൻഡ് ഇവനുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഈ നമ്മൾ ഫാമിലിയായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവന് ബെറ്ററായിട്ട് കുറച്ചും കൂടി അവന് സപ്പോർട്ട് കിട്ടും. ആൻഡ് റിലേഷൻഷിപ്പും പിന്നെ സൈക്കോളജിക്കൽ സപ്പോർട്ട് കിട്ടും, അവൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതാണ് ഫിലോസഫിയിൽ പറയുന്നത്. പിന്നെ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് കെയറിലോട്ട് പോകുമ്പോഴത്തേക്കും ആധുനിക ആശയങ്ങളാണ് മോഡേൺ കോൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് വിച്ച് ഫോക്കസസ് ഓൺ ഇപ്പം ഒരു കുഞ്ഞിൻ്റെ ഫിസിക്കൽ ആയിക്കോട്ടെ, മെൻ്റൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, ഇമോഷണൽ ആയിക്കോട്ടെ, ഈ പറയുന്ന എല്ലാ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടും കുഞ്ഞിൻ്റെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും അസുഖങ്ങളുണ്ടെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽത്ത് പ്രൊമോഷൻ, പ്രിവെൻഷൻ, ക്യൂറേഷൻ, പിന്നെ ന്യൂട്രീഷൻ, ഇമ്മ്യൂണൈസേഷൻ, റീഹാബിലിറ്റേഷൻ, സ്ക്രീനിങ്, ഇതെല്ലാം വരുന്നതാണ് പുതിയൊരു ചൈൽഡ് കെയർ പോളിസി. അപ്പം സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ള കുഞ്ഞിൻ്റെ ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, ഇമോഷണൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അവന് ഇമ്മ്യൂണൈസേഷനും ന്യൂട്രീഷൻ പോളിസീസും എല്ലാം കൊടുത്തുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് കെയർ. അപ്പം പണ്ടത്തെ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് കെയർ ഇപ്പോഴും എന്താണ് നമ്മുടെ ചൈൽഡ് കെയർ. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ചൈൽഡ് കെയർ കുഞ്ഞിനെ നോക്കുക എന്ന് പറയുമ്പോൾ കുഞ്ഞിന് നല്ല ഭക്ഷണം കൊടുക്കുക, കുഞ്ഞിന് അസുഖം വരാതിരിക്കാനായിട്ട് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക, അങ്ങനെ പറയുന്നുണ്ട്. സോ ഈ പറയുന്ന കറണ്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഓഫ് പീഡിയാട്രിക് നഴ്സിങ്ങിൽ നമ്മൾ പാരൻസ് എന്താണോ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ആ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമുക്ക് ഉണ്ട്. ആൻഡ് വളരെ സിമ്പിളായിട്ടുള്ള ലോക്കൽ ലാംഗ്വേജസ് യൂസ് ചെയ്യാം. ആൻഡ് പാരൻസിന് അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി കൊള്ളായിരിക്കും, അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള റൈറ്റ് എന്തുണ്ട്? നമുക്ക് ഉണ്ട്. ആൻഡ് എംപതി ഫോർ പാരൻസ് ആൻഡ് ചിൽഡ്രൻസ്, നമുക്ക് അവരോടൊരു സഹാനുഭൂതി ഉണ്ടാവണം.
And nurses should understand all the behavior of the child is meaningful. ഇപ്പോൾ കുഞ്ഞ് അവൻ എന്തൊരു സ്വഭാവം കാണിച്ചാലും അതിനെ കുറ്റപ്പെടുത്താതെ ഇത് ഇങ്ങനെ കാണിക്കുന്നത് എന്തോ ഒരു അർത്ഥമുണ്ട്. ഇപ്പം കുഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഉടനെ ആ കുഞ്ഞിനോട് ദേഷ്യപ്പെടാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി റോങ്. അവൻ്റെ ഡെവലപ്മെൻറ്റ്, അവൻ വളർന്നു വരുമ്പോഴത്തേക്കും ആരും തന്നെ കേൾക്കാനില്ല, ലോൺലിയായി, ഡിപ്രസ്ഡായി, അതിലോട്ടൊക്കെ പോകുന്നത് കുഞ്ഞിന് കിട്ടുന്ന ദുരനുഭവങ്ങൾ കൊണ്ടാകാം. സോ നമ്മൾ ആ കുഞ്ഞിനെ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവൻ അങ്ങനെ ചിലപ്പോൾ ഒരുപാട് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത് അവന് ഹിയറിംഗ് പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പം നമ്മൾ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നഴ്സസ് ഷുഡ് ബിഗിൻ ബിൽഡിങ് റിലേഷൻഷിപ്സ് വിത്ത് ഫാമിലി ആൻഡ് ചിൽഡ്രൻസ്. ഇപ്പം പാരൻസ് ആയിക്കോട്ടെ, ചിൽഡ്രൻസ് ആയിക്കോട്ടെ, അവർ തമ്മിലൊരു നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പം തന്നെ റൂറലായിട്ടുള്ള പീസസിലായിക്കോട്ടെ, ചെറിയ പിള്ളേരൊക്കെ കല്യാണം കഴിച്ച് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പം അവർ തന്നെ അവരുടെ ഒരു ചൈൽഡിഷ്നെസ് മാറിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ വേണം അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പാരൻറ്റിങ് ചെയ്യാനുള്ളതെന്നൊക്കെ. ഓക്കെ, അപ്പം നമ്മുടെ കുട്ടിത്വം ആദ്യം മാറ്റണം, എങ്കിലും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ദ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് കെയറിൽ പറയുന്നത് കുഞ്ഞിൻ്റെ ഫിസിക്കലായിട്ടുള്ളത്, മെൻ്റൽ, സോഷ്യൽ, ഇമോഷണൽ എല്ലാ ആസ്പെക്റ്റുകളും കുഞ്ഞിന് പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ കൊടുത്തും ഇമ്മ്യൂണൈസേഷൻ സ്ട്രാറ്റജി കൊടുത്തും ഹെൽത്ത് പ്രൊമോഷൻ ചെയ്തുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്തൊക്കെയാണ് മോഡേൺ കോൺസെപ്റ്റുകളുള്ളതെന്ന് ചോദിച്ചാൽ, പാരൻസ് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് പറയാൻ നമുക്ക് അറിവുണ്ടായിരിക്കണം. ആൻഡ് പാരൻസും കുഞ്ഞുങ്ങളും തമ്മിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ആൻഡ് കുഞ്ഞുങ്ങളുടെ ഓരോ ബിഹേവിയറൽ ചേഞ്ചസും എന്താണെന്നും അതിനൊരു മീനിങ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് എപ്പോഴും കുഞ്ഞിനോടായിക്കോട്ടെ, അതേസമയം പാരൻസിനോടായിക്കോട്ടെ ഒരു സഹാനുഭൂതി ഉണ്ടാവണം. ഇനി എന്താണ് പഴയ ചൈൽഡ് കെയർ? പണ്ടത്തെ കാലത്ത് ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ നോക്കുന്ന തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പണ്ട് വയറ്റാട്ടികളൊക്കെ ആ കുഞ്ഞിനെയൊക്കെ പ്രസവം എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയാണല്ലോ, അല്ലല്ലോ. ഈവൻ 2-3 വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഗൈനക്കോളജിസ്റ്റുമാർ അത്രയും തന്നെ ഉണ്ടാവും, ഒരുപാട് നേഴ്സസ് ആൻഡ് അത്രയും ബെസ്റ്റ് ഫെസിലിറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഓൾഡ് കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് കെയറിനകത്ത് അവർ പറയുന്ന, ഇപ്പം തന്നെ പ്രഗ്നൻ്റ് ആവുന്ന കേസ് എടുക്കുക. അപ്പം പ്രഗ്നൻ്റ് ആയതിന് ശേഷം കെയർ കൊടുക്കുന്നൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ, പുതിയ ഒരു കോൺസെപ്റ്റിൽ പ്രഗ്നൻസി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കെയർ തുടങ്ങും. അപ്പോൾ ഓൾഡ് കോൺസെപ്റ്റിനകത്ത് പ്രഗ്നൻ്റ് ആയതിന് ശേഷം കെയർ കൊടുക്കുന്നുണ്ട്, ന്യൂ കോൺസെപ്റ്റിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് കെയർ കൊടുക്കുന്നുണ്ട്. ഇനി ഓൾഡ് കോൺസെപ്റ്റിൽ നമ്മുടെ 3rd ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയിലാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ബിഫോർ പ്രഗ്നൻസി ഇറ്റ്സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾഡ് കോൺസെപ്റ്റിൽ കുഞ്ഞ് ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ ചിലയിടത്തൊക്കെ കൊല്ലാറുണ്ടായിരുന്നു. പക്ഷെ പുതിയ കോൺസെപ്റ്റിൽ ഫീമെയിൽ ആയിട്ടുള്ള ചിൽഡ്രനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ആൻഡ് ഇപ്പം പഴയ കോൺസെപ്റ്റിൽ കുഞ്ഞുങ്ങൾക്ക് ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യും. ഇപ്പോഴത്തെ കോൺസെപ്റ്റിൽ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള കെയർ ആണ്. ആൻഡ് ഓൾഡ് കോൺസെപ്റ്റിൽ സിക്കായിട്ടുള്ള ചിൽഡ്രൻസിനെ നമ്മൾ ഹോസ്പിറ്റലിൽ കെയർ ചെയ്യുന്നെങ്കിൽ ഇപ്പം അസുഖം വരാതെ ഇരിക്കാനായിട്ട് നമ്മൾ ഓരോ ഇമ്മ്യൂണൈസേഷൻ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് പണ്ട് കാലത്ത് പാരൻസ് ഹോസ്പിറ്റലിനകത്ത് അലൗഡ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പം പാരൻസ് അലൗഡാണ്. കുറച്ചും കൂടി വിസിറ്റിംഗ് അവേഴ്സ് കൂടി, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുള്ള വാർഡും അവരെയൊക്കെ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് പാരൻസിനായിരിക്കും. നമുക്ക് നഴ്സുമാർക്ക് ഇത്രയും കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് നോക്കാനായിട്ട് പറ്റണമെന്നില്ല. കാരണം ഒരാൾ കരയുമ്പോഴായിരിക്കും അപ്പുറത്തെ ആൾ കരയണത്, ഒരാൾ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോഴായിരിക്കും അപ്പുറത്തെ ആൾ തല കുത്തി മറിഞ്ഞ് നിൽക്കുന്നത്. സോ പാരൻസ് വിസിറ്റിംഗ് അവേഴ്സൊക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ പണ്ട് ഇൽനെസ് ഓറിയൻറ്റഡ് ആണെങ്കിൽ ഇപ്പം പ്രിവെൻഷൻ ഓറിയൻറ്റഡ് ആണ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് പണ്ട് എപ്പോഴും ക്ലീൻ ആയിരിക്കുക എന്ന് തന്നെയാണ് പ്രാധാന്യം. ഇപ്പം കുഞ്ഞിന് സ്നേഹവും ലവും വാംത്തും ഒക്കെ കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഇത്രയാണ് വാട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺ ഓൾഡ് കോൺസെപ്റ്റ് ആൻഡ് മോഡേൺ കോൺസെപ്റ്റ്. മോഡേൺ കോൺസെപ്റ്റാണ് സിലബസിലുള്ളത്, എങ്കിലും ഞാൻ മോഡേൺ കോൺസെപ്റ്റും ഓൾഡ് കോൺസെപ്റ്റും തമ്മിൽ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് അടുത്തത് ട്രെൻഡ്സ് ഓഫ് പീഡിയാട്രിക് നഴ്സിംഗ്. അത് ആസസ് നമ്മുടെ സിലബസിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടില്ല.
പക്ഷേ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പീഡിയാട്രിക് നഴ്സിങ്ങിൻ്റെ ട്രെൻഡ് നമുക്ക് എല്ലാത്തിനകത്ത് എഴുതാമല്ലോ, അതുകൊണ്ട് പറയണമെന്നുള്ളൂ. ഒന്ന്, ഫാമിലി സെൻറ്റേർഡ് ആയിട്ടുള്ള കെയർ ആയിരിക്കണം. ഫാമിലി സെൻറ്റേർഡ് കെയർ, അതായത് ചൈൽഡ്സ് ഹെൽത്ത് കെയർ ഡിസിഷൻസിന് ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ്. അതായത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണ തീരുമാനമെടുക്കാൻ നമുക്ക് പീഡിയാട്രിക് നഴ്സസിന് റൈറ്റ് ഉണ്ട്, ആൻഡ് കുഞ്ഞുങ്ങൾക്ക് കെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി സെൻറ്റേർഡ് ആയിട്ടുള്ള കെയർ ആണ് ആൻഡ് ഹൈ ടെക്നോളജി ഇൻ്റഗ്രേഷൻ. ദിസ് യൂസ് ഓഫ് ടെക്നോളജി ദാറ്റ് ഇൻക്രീസസ് ദ എഫക്റ്റീവ്നെസ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, EHR, ടെലി ഹെൽത്ത് ആൻഡ് മൊബൈൽ ഹെൽത്ത് ആപ്ലിക്കേഷൻസ്. മൂന്നാമത്തേത് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. പീഡിയാട്രിക് നഴ്സസ് ആർ ഇൻക്രീസിങ് യൂസിങ് റിസർച്ച് ആൻഡ് ബെസ്റ്റ് അവൈലബിൾ എവിഡൻസസ് ടു ഗൈഡ് ദ ഹെൽത്ത് കെയർ. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. നാലാമത്തത് അട്രോമാറ്റിക് ആയിട്ടുള്ള കെയർ. ഇപ്പം നമ്മൾ കുഞ്ഞു വരുന്ന സമയത്ത് തന്നെ ഇഞ്ചക്ഷൻ കുത്താൻ വേണ്ടി നിന്നില്ല. ഇപ്പം ഞാൻ നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഇൻ മൈ സെക്കൻഡ് ഇയർ ഇതേപോലെ ഒരു നമ്മളങ്ങനെ കുഞ്ഞിൻ്റെ ബ്ലഡൊന്നും എടുക്കാനായിട്ടുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ലല്ലോ. എങ്കിലും പോയി ഞാൻ ജസ്റ്റ് എന്തൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞ ഒരു മോളായിരുന്നു, കൈയൊക്കെ നോക്കി വെയിനൊക്കെ. ഞാൻ പറഞ്ഞു വെറുതെ നോക്കാൻ വന്നതാ. അപ്പോഴത്തേക്കും വളരെ ഒരു 3 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ കൊച്ചിന്. അവൾ പറയുക, എനിക്കറിയാം നിങ്ങൾ എന്നെ പറ്റിക്കുമല്ലേ, ബ്ലഡ് എടുക്കാൻ വേണ്ടിയല്ലേ വന്നതെന്ന്. ഞാൻ പറഞ്ഞു ചുമ്മാ നമ്മളിങ്ങനെ കളിപ്പിക്കാനായിട്ട് വേദനയൊന്നും എടുക്കത്തില്ല എന്നൊക്കെ. ചുമ്മയാണ് എൻ്റെ കൈ ഇവിടെയൊക്കെ കുത്തിയെന്ന് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ദേഷ്യപ്പെടുന്നു. കാരണം വേദന എടുക്കാത്ത രീതിയിൽ, അവർ അറിയാത്ത രീതിയിലൊക്കെ കുത്താം, നമുക്ക് സ്കില്ലൊക്കെ വേണം കുറച്ചുകൂടി. അപ്പോൾ അട്രോമാറ്റിക് കെയറിൽ ഉദ്ദേശിക്കുന്നത് ട്രോമാറ്റിക് ഇങ്ങനെ കഴിവതും നോൺ ഇൻവേസീവായിട്ട് ഇങ്ങനെ കുത്താത്ത രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ കുഞ്ഞ് കുറച്ചും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. സോ ട്രെൻഡ്സ് ഇൻ പീഡിയാട്രിക് നഴ്സിങ്ങിനകത്ത് പറയുന്നത് നമ്മൾ ഫാമിലി സെൻറ്റേർഡ് ആയിട്ടുള്ള കെയർ വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള. എന്ത് കെയർ? ഫാമിലി സെൻറ്റേർഡ് ആയിട്ടുള്ള കെയർ പ്രൊവൈഡ് ചെയ്യണം. നല്ല ഹൈ ടെക്നോളജി ഇൻ്റഗ്രേഷൻസ്, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ ഫോളോ ചെയ്യണം. ഒരു എവിഡൻസ് വേണം. പിന്നെ അട്രോമാറ്റിക് കെയർ, വേദന എടുപ്പിക്കാത്ത രീതിയിലുള്ള കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ കൾച്ചറൽ കോമ്പീറ്റൻസ്, കൾച്ചറലി നമ്മൾ സാംസ്കാരികമായിട്ട് കോമ്പീറ്റൻ്റ്, മീൻസ് ഇപ്പം കുഞ്ഞിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കി വേണം പെരുമാറാനുള്ളത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഓഫ് കോഴ്സ് പ്രൊമോട്ട് ചെയ്യണം. അതിലുപരി അവരുടെ കൾച്ചറൽ വിശ്വാസങ്ങളും കൂടെ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു കുഞ്ഞിന് ഇപ്പം നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും അവർ പറയും ഇന്ന സമയത്തിനുള്ളിൽ മന്ത്രമൊക്കെ ജപിച്ച് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ച ഈ രാഹുകാലം അങ്ങനെ കാലങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടേ കുഞ്ഞിന് പാല് കൊടുക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രസ്റ്റ് ഫീഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ് ഉണ്ടാവുന്നത്. വാട്ട് ടു ചൂസ്, അവർ പറയുന്നത് കേൾക്കണോ, അതെ നമ്മൾ പഠിച്ചതാണോ ഫോളോ ചെയ്യാനുള്ളത്, അങ്ങനത്തെ കുറേ തോട്ട്സൊക്കെ. അടുത്തത് ഹെൽത്ത് പോളിസി ആൻഡ് അഡ്വക്കസി. പോളിസി നമ്മുടെ നയങ്ങൾ, അഡ്വക്കസി എന്ന് വെച്ചാൽ വാദിക്കുക എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി, നമുക്ക് വേണമെങ്കിൽ അവരുടെ നയങ്ങൾ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നയങ്ങൾ ഫോളോ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കുഞ്ഞിൻ്റെ ഫുഡിൻ്റെ റൈറ്റ്, കാരണം കുഞ്ഞിനൊന്നും പറയാൻ പറ്റില്ലല്ലോ എനിക്ക് ഭക്ഷണം വേണം. സോ കുഞ്ഞിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവർക്ക് പറയാനായിട്ട് പറ്റും. അപ്പം അവരുടെ അവകാശങ്ങളെക്കുറിച്ച് വാദിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. ദെൻ കമ്മ്യൂണിറ്റി ഔട്ട്സേർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. കമ്മ്യൂണിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ, ഇത് കമ്മ്യൂണിറ്റി അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം, എംപവറിങ് ഫെസിലിറ്റീസ്, വിദ്യാഭ്യാസത്തിലൂടെ ശാക്തീകരണം നടത്തുക എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ സ്പെഷ്യലൈസ്ഡ് സർട്ടിഫിക്കേഷൻ,
ഇൻക്രീസ് ദ നമ്പർ ഓഫ് നഴ്സസ് ആർ പെർസ്യൂയിങ് സ്പെഷ്യലൈസ്ഡ് സർട്ടിഫിക്കേഷൻ. അതായത് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഏരിയാസിലും അവരുടെ പ്രാവീണ്യം നേടാൻ വേണ്ടി കൂടുതൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമൊക്കെ നടത്താറുണ്ട്. അടുത്തയാണ് കേസ് മാനേജേഴ്സ്. മാനേജിങ് ദ പേഷ്യൻസ് കെയർ ഫ്രം ഡയഗ്നോസിസ് ടു ഡിസ്ചാർജ്. ഡയഗ്നോസിസ് മുതൽ ഡിസ്ചാർജ് വരെ പേഷ്യൻറ്റിൻ്റെ കെയർ മാനേജ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷനാണ്. പ്രതിരോധം, പ്രിവെൻഷൻ. ദെൻ ഹെൽത്ത് പ്രൊമോഷൻ, ആരോഗ്യ പ്രോത്സാഹനം, ഹെൽത്ത് പ്രൊമോഷൻ. അതായത് കുഞ്ഞിനെ ജസ്റ്റ് ട്രീറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, കുഞ്ഞിന് അസുഖം ഇനി വരാതെ ഇരിക്കാനും അല്ലെങ്കിൽ സെക്കൻഡറി കോംപ്ലിക്കേഷൻ വരാതെ ഇരിക്കാനും ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി കൾച്ചറൽ, ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്മൾ 10 പോയിൻ്റാണ് ട്രെൻഡ്സ് ഇൻ പീഡിയാട്രിക് നഴ്സിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. പീഡിയാട്രിക് നഴ്സിംഗിൽ ഉള്ള 10 ട്രെൻഡ്സാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഒന്ന് ഫാമിലി സെൻറ്റേർഡ് ആയിട്ടുള്ള കെയർ, രണ്ടാമത്തത് ഫാമിലിയിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള കെയർ. ഇനി ഹൈ ടെക്നോളജി ഇൻ്റഗ്രേഷൻസ്, ഫാമിലി സെൻറ്റേർഡ് കെയർ കൊടുക്കണം, ഹൈ ടെക്നോളജി ഇൻ്റഗ്രേഷൻ. ദെൻ എവിഡൻസ് ബേസ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. എനിക്ക് എവിഡൻസ് വേണം, എവിഡൻസ് ബേസ് ആയിട്ടുള്ള പ്രാക്ടീസ്. വേദന എടുക്കാത്ത രീതിയിൽ അട്രോമാറ്റിക് കെയർ. ദെൻ അവിടെ കൾച്ചറൽ കോമ്പീറ്റൻസ്. എന്തൊക്കെയാണ്? ഫാമിലി സെൻറ്റേർഡ് ആയിട്ടുള്ള കെയർ. ദെൻ നല്ല രീതിയിൽ ഹൈ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. കൾച്ചറലി എവിഡൻസ് ബേസ് ആയിട്ടുള്ള പ്രാക്ടീസാണ്. വേദനിപ്പിക്കാതെ അട്രോമാറ്റിക് കെയർ, കൾച്ചറലി കോമ്പീറ്റൻ്റ് ആവണം. ദെൻ ഹെൽത്ത് പോളിസി ആൻഡ് അഡ്വക്കേറ്റ്. കമ്മ്യൂണിറ്റി ഔട്ട്സേർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. പിന്നെ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് കിട്ടും. കേസ് മാനേജേഴ്സ് ഉണ്ട്, ആൻഡ് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ. അപ്പോൾ ഒന്നും കൂടി പറയാം എന്താണ് ട്രെൻഡ്സ് ഓഫ് പീഡിയാട്രിക് നഴ്സിംഗ് എന്ന്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫാമിലി സെൻറ്റേർഡ് ആയിട്ടുള്ള കെയർ കൊടുക്കണം, കൾച്ചറലി നമ്മൾ കോമ്പീറ്റൻ്റ് ആയിരിക്കണം, ഹൈ ടെക്നോളജി യൂസ് ചെയ്യണം, ദെൻ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആയിരിക്കണം, അട്രോമാറ്റിക് കെയർ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഫാമിലി സെൻറ്റേർഡ് ആവണം. ദെൻ കോമ്പീറ്റൻസ്, കൾച്ചറലി കോമ്പീറ്റൻ്റ് ആവണം. ദെൻ സർട്ടിഫിക്കേഷൻസ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. പിന്നെ അട്രോമാറ്റിക് കെയറിൻ്റെ കാര്യം പറഞ്ഞു. ദെൻ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, ഹെൽത്ത് പോളിസി ആൻഡ് അഡ്വക്കേഷൻ, കമ്മ്യൂണിറ്റി ഔട്ട്സേർച്ച് ആൻഡ് റിസർച്ച്, ദെൻ കേസ് മാനേജേഴ്സ്, ദെൻ പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ. ഇത്രയും കാര്യം ട്രെൻഡ്സിൽ. സോ ഇൻ ദ സെഷൻ നമ്മൾ പഠിച്ചത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ് കെയർ, ദെൻ ഫിലോസഫി പഠിച്ചു, ദെൻ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് കെയർ പറഞ്ഞു, ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതാണ് ഈ പറയുന്ന ട്രെൻഡ്സ് ഓഫ് പീഡിയാട്രിക് നഴ്സിംഗ് പറഞ്ഞു. പിന്നെ വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് കോൺസെപ്റ്റ് ആൻഡ് ന്യൂ കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ദാറ്റ് കുറേയൊക്കെ മനസ്സിലായി എന്നുള്ളത്. എന്താണ് പീഡിയാട്രിക്സ് എന്നും പീഡിയാട്രിക് നഴ്സിംഗ് എന്താണെന്നും പഴയ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഫിലോസഫിയും ഓൾഡ് കോൺസെപ്റ്റ് ന്യൂ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. സോ സീ യു നെക്സ്റ്റ് ക്ലാസ്. ടാറ്റാ.